സിനോജ, ഇന്ന് വൈകുന്നേരം കോഴിക്കോട് പൊളിക്കില്ലേ? കഴിഞ്ഞ തവണ എന്തൊക്കെയോ ചില നിയന്ത്രണങ്ങളുണ്ടായിരുന്നു, ഇത്തവണ നിയന്ത്രണങ്ങളൊന്നും ഇല്ലെന്ന് തോന്നുന്നു അല്ലേ? അല്ല, നിയന്ത്രണമുണ്ട്. അതായത് എന്താഘോഷം ഉണ്ടെങ്കിലും കോഴിക്കോട് ബീച്ചാണല്ലോ എൻ്റെ പ്രധാന കേന്ദ്രം. അതുകൊണ്ട് തന്നെ നിരവധി ആളുകൾ ഇവിടേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വൈകുന്നേരം 5 മണിക്ക് ശേഷം നിയന്ത്രണം ഇവിടേക്ക് കർശനമായി ഉണ്ട്. വാഹനങ്ങളൊന്നും തന്നെ കടത്തിവിടില്ല. ആഘോഷങ്ങൾ രാത്രി 1 മണി വരെ മാത്രമേ ബീച്ചിൽ പോലീസ് അനുവദിക്കുള്ളൂ. 1 മണിക്ക് ശേഷം ഇവിടെ നിന്ന് പോകണമെന്നാണ് പോലീസ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് 1 മണി വരെ മാത്രമേ ബീച്ചിലെത്തുന്നവർക്ക് ഈ ഓപ്പൺ എയർ സ്പേസിൽ ഈ ന്യൂ ഇയർ ആഘോഷിക്കാൻ കഴിയുകയുള്ളൂ. പക്ഷേ മാളുകളുണ്ട്, ബാറുകളുണ്ട്, മറ്റ് സ്ഥാപനങ്ങളുണ്ട്, ഹോട്ടലുകളുണ്ട്. അവിടെയൊക്കെ തന്നെ DJ പാർട്ടി പോലുള്ള ആഘോഷങ്ങൾ ഉണ്ടാവും. പക്ഷേ അവിടെയൊന്നും പോയി പണം മുടക്കി ആഘോഷിക്കാൻ കഴിയാത്തവർക്ക് നേരെ ബീച്ചിലോട്ട് വരാം, ആഘോഷിക്കാം. കാരണം വീട്ടിലൊരു ബർത്ത്ഡേ ഉണ്ടെങ്കിൽ പോലും ആളുകൾ വന്ന് ആഘോഷിക്കുന്ന ഒരു സ്ഥലമാണ് കോഴിക്കോട് ബീച്ച് എന്ന് പറയുന്നത്. പക്ഷേ ഇവിടേക്ക് എത്തിപ്പെടൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. വൈകി വന്നു കഴിഞ്ഞാൽ ദൂരേനെ നടന്നു വരേണ്ടി വരും. കാരണം വലിയ ബ്ലോക്കായിരിക്കും. അതുകൊണ്ട് കണ്ണൂർ ഭാഗത്തേക്കുള്ള വാഹനങ്ങളൊക്കെ തന്നെ പോലീസ് നിയന്ത്രിക്കുന്നുണ്ട്. നിരവധി ആളുകൾ ബീച്ചിലേക്ക് രാവിലെ മുതൽ തന്നെ എത്തിത്തുടങ്ങുന്നുണ്ട്. സാധാരണ ന്യൂ ഇയറിനെ റെസൊല്യൂഷൻ എടുക്കുമെന്ന് പറയുന്നല്ലോ. ചില ആളുകൾ പറയും ജിമ്മിൽ പോകുമെന്ന് പറയും. നമ്മുടെ വീഡിയോ ജേർണലിസ്റ്റ് വിനീഷോളാണ് പറയുന്നത് നാളെ 1-ാം തീയതി ജിമ്മിൽ പോകുമെന്ന് പറയുന്നു. ഞാൻ പറഞ്ഞു കട്ടിലേക്ക് കടന്നായിരിക്കും ജിമ്മിൽ പോകുന്നതെന്ന് പറഞ്ഞു. ഇത് ഇപ്പോഴും അവിടെ രാവിലെ എക്സസൈസ് ചെയ്യുന്ന ആളുകളൊക്കെ തന്നെയുണ്ട്. ചേട്ടാ, സാധാരണ എല്ലാവരും 1-ാം തീയതി റെസൊല്യൂഷൻ എടുക്കാറുണ്ട്. അങ്ങനെ എന്തെങ്കിലും റെസൊല്യൂഷൻ ഉണ്ടോ? ഒരു റെസൊല്യൂഷൻ ഇല്ല. ഇപ്പോൾ എക്സസൈസ് ചെയ്യുന്നുണ്ടല്ലോ, ഇത് ഏതെങ്കിലും ന്യൂ ഇയറിൽ എടുത്തതാണോ ഈ തീരുമാനം? ഇത് എല്ലാ ന്യൂ ഇയറിനും അങ്ങനെ എടുക്കുന്നതാണ്. നമ്മൾ സ്ഥിരമായിട്ട് എടുക്കുന്നതാണ്. അത് ഒഴിവില്ലാണ്ട് ഓരോരോ ദിവസം എടുക്കുന്ന സംഗതികളാണ്. സാധാരണ എല്ലാവരും 1-ാം തീയതി ജിമ്മിൽ പോകുന്നതാണ് പറയാറുള്ളത്. ഇപ്പോൾ സാറൊക്കെയാണ് രാവിലെ മുതലേ വന്ന് കുറേ വർഷങ്ങളായിട്ട് വരുന്നതായിരിക്കുമല്ലോ. അങ്ങനെയുള്ളവരോട് എന്താ പറയാനുള്ളത്? 1-ാം തീയതി മാത്രം ജിമ്മിൽ പോകുന്നവരോട്? അത് വെറുതെ അവർ കുറേ ആൾക്കാർ അങ്ങനെ ചില പിള്ളേർ, ഒരു കുറഞ്ഞ വയസ്സുള്ള പിള്ളേരുകൾ വന്ന് 2 ദിവസം കളിച്ച് അവരങ്ങോട്ട് പോകും. പക്ഷേ ദിവസം കളിക്കുന്നവരുണ്ട്. അവർ കളിക്കുന്നവർ ജിമ്മിൽ 1-ാം തീയതി ആകുമ്പോൾ പ്രത്യേക ഒരു സ്കെഡായിട്ട് കളിക്കും. അവർ മറ്റുള്ളവർ അങ്ങനെ ഒന്നും അങ്ങോട്ട് പോകുന്നല്ലാണ്ട് വേറെ ഒന്നുമില്ല. തീരുമാനങ്ങൾ എടുക്കാൻ 1-ാം തീയതി ഒരു പ്രത്യേകത ഇല്ല, എന്ന് വേണമെങ്കിലും എടുക്കാൻ ഒരു പ്രത്യേകത അവർക്ക് പിള്ളേർക്ക് ഇല്ല. ഇപ്പോൾ പിള്ളേർക്ക് മറ്റുള്ള പല സ്വഭാവങ്ങളാണ്. ഇപ്പോൾ ഇങ്ങനെയുള്ള ഈ ശരീരം നന്നാക്കണം അങ്ങനെയുള്ള ഒരു ഇതില്ല. വേണ്ടാത്ത പ്രവർത്തനങ്ങളിലാണ് ഇപ്പോൾ എല്ലാ പിള്ളേരും ഇന്ന് എത്തിപ്പെടുന്നത്. അങ്ങനെയൊരു അവസ്ഥയിലേക്കാണ് പിള്ളേർ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ശാരീരികമായിട്ട് യാതൊരു അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കും. ന്യൂ ഇയർ ആഘോഷം എങ്ങനെയാ? ഉഷാറാ. രാത്രി പരിപാടികളൊക്കെ ഉണ്ടോ? ഇല്ല, അങ്ങനെ ന്യൂ ഇയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതപടം വരെ കിട്ടിയതിന് ദൈവത്തിനോട് നമ്മൾ സ്തുതിക്കാന്ന് മാത്രമേ ഉള്ളൂ. അതിനോട് പൊരുത്തപ്പെടാൻ നമ്മൾ ആഘോഷിക്കാനുള്ള ഒരിതില്ല. ദൈവത്തിനോട് പൊരുത്തപ്പെടാം. ഇതുവരെ നമ്മൾ ജീവിച്ചില്ലേ. വൈബാണ്. അതായത് വൈകുന്നേരം ആയിരിക്കും കാഴ്ചകളെന്ന് പറയുന്നത് ഈ ബീച്ചിലോട്ട്. നമ്മുടെ ഓഫീസ് തൊട്ടടുത്തായതുകൊണ്ട് നമുക്ക് വണ്ടിക്ക് വരേണ്ട അവസ്ഥയില്ല, നടന്നു വന്നാൽ ബീച്ചിലെത്താം. പക്ഷേ ദൂരെ നിന്ന്, പ്രത്യേകിച്ച് മലപ്പുറം, വയനാട് ജില്ലയിൽ നിന്നുള്ള ആളുകളൊക്കെ തന്നെ ബീച്ചിലോട്ട് വരാറുണ്ട്. വലിയ ഗതാഗതക്കുരുക്കുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. 750ഓളം പോലീസുകാരെയാണ് നഗരത്തിൽ മാത്രം വിന്യസിച്ചിരിക്കുന്നത്. കാരണം അത്രയധികം ആളുകൾ ഈ ബീച്ചിലോട്ട് വരും. കഴിഞ്ഞ വർഷവും ഞാൻ ബീച്ചിലുണ്ടായിരുന്നു. വലിയ തിരക്ക് കോഴിക്കോട് ബീച്ചിൽ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു. പോലീസിന് പോലും നിയന്ത്രിക്കാൻ കഴിയാത്ത വിധത്തിൽ ആളുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് രാത്രി 1 മണിക്ക് ശേഷം ബീച്ചിൽ തുടരേണ്ടതില്ല എന്ന് പോലീസ് തീരുമാനിക്കും. കാരണം എല്ലാ ദിവസവും 24 മണിക്കൂറും തുറന്നു കിടക്കുന്ന ഒരു ബീച്ചാണ് കോഴിക്കോട് ബീച്ച്. പക്ഷേ ന്യൂ ഇയറിൽ മാത്രമാണ് പോലീസ് ഇങ്ങനെ ഒരു നിയന്ത്രണം കൊണ്ടുവരുന്നത്. കാരണം ആളുകൾ കൂട്ടത്തോടെ വന്നു കഴിഞ്ഞാൽ പോലീസിന് പോലും നിയന്ത്രിക്കാൻ കഴിയാത്ത വിധത്തിൽ ആളുകൾ ഇവിടേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ഹോട്ടലിലും മാളിലും ബാറിലൊക്കെ തന്നെ പോയി പൈസ മുടക്കി ആഘോഷിക്കാൻ കഴിയാത്തവർക്ക് ബീച്ചിൽ വന്ന് കപ്പലണ്ടി മിഠായും കഴിച്ച്, ഉപ്പിലിട്ടതും കഴിച്ച്, വേണമെങ്കിൽ ഒരു ഐസ്ക്രീമും കഴിച്ച് ഇതിൽ തലങ്ങ് വിലങ്ങും നടന്ന് ആഘോഷിക്കാം. രാത്രി നല്ല ലൈറ്റുകളൊക്കെ തന്നെ ഉള്ളതുകൊണ്ട് നല്ല വൈബായിരിക്കും ഇവിടെ കോഴിക്കോട് ബീച്ചിലെത്തിയാൽ ഈ കാഴ്ചകൾ കാണാനും ആഘോഷിക്കാനും. അതുകൊണ്ട് അപ്പോൾ എന്തായാലും നമ്മളും കോഴിക്കോട് സാറ് പലതവണ അതെ എന്തായാലും ന്യൂ ഇയറിൻ്റെ വൈബ് ഒരു പ്രത്യേകമായിരിക്കുമല്ലോ, പ്രത്യേകിച്ച് കോഴിക്കോട്. അപ്പോൾ നേരത്തെ സിനോജ് പറഞ്ഞതുപോലെ ന്യൂ ഇയർ ആകുമ്പോൾ ആളുകളെല്ലാം ഒരു റെസൊല്യൂഷൻ എടുക്കും. എന്താണെന്നറിയോ? ജിമ്മിൽ പോകണം. ഇനി ഈ വർഷം മുതൽ ജിമ്മിലൊക്കെ പോകും, കൊളസ്ട്രോൾ കുറയ്ക്കും, ഷുഗർ കുറയ്ക്കും, വയറ് കുറയ്ക്കും എന്നൊക്കെ റെസൊല്യൂഷൻ എടുക്കും. അതിനുവേണ്ടി പ്രത്യേകിച്ച് ജിമ്മിൽ പോവുകയും ചെയ്യും, അഡ്മിഷൻ എടുക്കുകയും ചെയ്യും, പുതിയ ടീഷർട്ട് വാങ്ങിക്കും, ട്രാക്ക് സ്യൂട്ട് വാങ്ങാൻ പോകുന്നു, പിന്നീട് ജിമ്മിൽ പോകാൻ വേണ്ടി പ്രത്യേക ഷൂ അടക്കം വാങ്ങിക്കും. ഒരു 10,000-3000 രൂപ കൊണ്ട് കളയും. അത് കഴിഞ്ഞിട്ട് ജനുവരി 15 കഴിയുമ്പോൾ ജിമ്മിൽ പോകുന്നോടെ എവിടെ പോവാൻ എന്നായിരിക്കും. അപ്പോൾ